ഉത്തമ ഭക്തന്മാർ. കരിങ്കല്ല് 1000 വർഷം ജലത്തിൽ മുങ്ങിക്കിടന്നാലും അതിൻ്റെ ഉള്ളിൽ ജലം അശേഷം പ്രവേശിക്കുകയില്ല. എന്നാൽ മൺകട്ടയിൽ ജലം വീണാൽ അത് ഉടൻ അലിഞ്ഞു പോകും. അതുപോലെ വിശ്വാസികളായ ഭക്തന്മാർക്ക് 1000 ആപത്തും ദുഃഖവും ഉണ്ടായാലും അവരുടെ മനസ്സ് ഇളകുകയില്ല. അവിശ്വാസികളായ മനുഷ്യരുടെ മനസ്സ് സ്വൽപ്പ കാരണം കൊണ്ട് ഇളകിപ്പോകും. പ്രഹ്ലാദൻ്റെ സ്തുതി കേട്ട് വളരെ സന്തോഷിച്ച് ഭഗവാൻ, നീ ഏതെങ്കിലും ഒരു വരം വരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. ഭഗവാനെ, എന്നോട് ഈ മഹാ ഉപദ്രവം ചെയ്യുന്ന ആളുകളെക്കുറിച്ച് ഭഗവാൻ ക്ഷമിക്കണം. അവരെ ശിക്ഷിച്ചാൽ ഭഗവാൻ തന്നെ കഷ്ടപ്പാട് സഹിക്കേണ്ടി വരും. കാരണം ഭഗവാൻ സർവ്വഭൂതങ്ങളിലും അന്തർയാമിയായി വസിക്കുന്നില്ലേ എന്നായിരുന്നു പ്രഹ്ലാദൻ്റെ മറുപടി. ഭക്തനായ കേശവചന്ദ്രസേനനെ കാണണമെന്ന് ശ്രീരാമകൃഷ്ണദേവന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ കേശവബാബു ചില ബ്രഹ്മഭക്തന്മാരോടുകൂടി ജയഗോപാലസേനൻ്റെ ബൽഖരത്തിലുള്ള ഉദ്യാനഭവനത്തിൽ താമസിക്കുകയായിരുന്നു. ഭഗവാൻ ഹൃദയനോടുകൂടി ഒരു വണ്ടിയിൽ കയറി ബൽഖാരത്തിലുള്ള ഉദ്യാനത്തിൽ ചെന്നു. കേശവബാബു ബ്രഹ്മഭക്തന്മാരോടുകൂടി കുളത്തിൽ കുളിക്കാൻ ഭാവിക്കുകയായിരുന്നു. കേശവനെ കണ്ട ഉടൻ ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു, ഇയാളുടെ വാൽ വീണുപോയി. ഇത് കേട്ട് ബ്രഹ്മഭക്തന്മാർ എല്ലാവരും ചിരിച്ചു. നിങ്ങൾ ചിരിക്കരുത്, അദ്ദേഹം പറയുന്ന വാക്കിനെ നിങ്ങൾ മാനിക്കണം എന്ന് കേശവബാബു പറഞ്ഞു. ഭഗവാൻ ഉടനെ ഇപ്രകാരം പറഞ്ഞു, തവളക്കുഞ്ഞിന് വാലുള്ള കാലം ജലത്തിൽ മാത്രമേ വസിക്കാനാവൂ. വാല് വീണുപോയാൽ ജലത്തിലും ഇരിക്കാം, സ്ഥലത്തിലും വസിക്കാം. അതുപോലെ ഈശ്വര ചിന്ത ചെയ്ത് അവിദ്യ ദൂരെ പോയാൽ അവർക്ക് സച്ചിദാനന്ദ സാഗരത്തിൽ മുങ്ങിക്കുളിക്കാം, സംസാരത്തിൽ സുഖമായിരിക്കുകയും ചെയ്യാം.